ഹലോ ഗൈസ്, മൈൻഡ് എസ് സെക്കൻഡ് എപ്പിസോഡാണിത്. ഇടയ്ക്കൊന്നും വീഡിയോസ് ഇടാൻ പറ്റിയില്ല. അത് വേറെ ഒന്നുമില്ല കേട്ടോ, ഇച്ചിരി ബിസിയിലേക്ക് ആയിരുന്നു. പിന്നെ ബേസിക് അത്യാവശ്യം കുറേ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ അതായിട്ടാണ് പറഞ്ഞാൽ സെറ്റ് സംഭവം വെയിറ്റ് കാണിച്ചു തരാം. ചില ബിൽഡൊക്കെ വന്നത് എനിക്കറിയാം, ബാക്കി ചിലത് അവിടെ അധികം എനിക്കറിയില്ല. ഞാൻ നോക്കട്ടെ. ആദ്യം ബ്രീഡർ കാണിച്ചു തരാം. ഈ ബ്രീഡറുടെ പുറകെ ഒരു കഥയുണ്ട്. 4 പ്രാവശ്യം സ്ഥലം മാറ്റി വെച്ച സാധനം ഇത്, എന്നിട്ടും വർക്കായില്ല. പിന്നെ ആദ്യം വെച്ച സ്ഥലമാണ് ഇവിടെ, അവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ശരി. അത്യാവശ്യം വില്ലേജസിനൊക്കെ കിട്ടണ്ട, ഇനി ഇതിൻ്റെ മാറ്റണം. പിന്നെ ബ്രീഡർ സെറ്റാവണ മുമ്പ് ഒരു അയൺ ഫാം സെറ്റാക്കി. അയണൊക്കെ അത്യാവശ്യം വേണ്ടതാണല്ലോ. ഏത് കാണിച്ചു തരാം. ഒരു ചെറിയ അയൺ ഫാം, പക്ഷേ അത്യാവശ്യം അയണൊക്കെ കിട്ടും കേട്ടോ. ഇത് സാധാ ഇതേപോലെ തന്നെ 3 വില്ലേജർ, ഒരു സോംബി, അങ്ങനെ. ഞാൻ എത്ര അയൺ ഉണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. കയറി അങ്ങോട്ട് കേട്ടാ, വീണോണ്ടിരിക്കുക. ഇത്ര അയണം കാണുന്നുണ്ട് ഇതിൽ. ഇനി എങ്ങനെ ഇനി നമ്മുടെ ഫുഡ് ഫാം, ക്രോപ്സ്, അങ്ങനത്തെ സംഭവങ്ങൾ 3 ക്രോപ്പ് എങ്ങാണ്ടുണ്ട്. ക്യാരറ്റ്, പൊട്ടറ്റോ, വീറ്റ്, അങ്ങനെ 3 എണ്ണം ഉണ്ട്. അപ്പോൾ ഫുഡിന് ഇനി ക്ഷാമമില്ല. അത്യാവശ്യം കുറേ ഉണ്ട്. പിന്നെ ഷുഗർ കെയിൻ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. കണ്ടാ, ഇതൊക്കെ പറിച്ചൊന്നും കൂടി നടണം. എല്ലാം ഒന്നും കൂടി പറിച്ചൊന്ന് നടണം. ഓക്കെ, ഇനി ഞാൻ വെറുതെ ഒരു രസത്തിന് ഉണ്ടാക്കിയൊരു സംഭവമാണത്. അറ്റത്ത് നിൽക്കണം, കാണിച്ചു തരാം. ഇതാണ് സ്റ്റീക്ക് ഫാം, നമ്മുടെ ട്രേഡിങ് ഹാള് സെറ്റാക്കാൻ വെച്ചേക്കുന്ന സ്ഥലം. വലുതായിട്ടൊന്നും ആയിട്ടൊന്നുമില്ല, ബട്ട് ആക്കിയെടുക്കണം ഇനി കുറച്ചും കൂടി ആക്കാനുണ്ട്, കാരണം ഇനി കുറേ വില്ലേജസ് അവിടെ ഉണ്ട്. പിന്നെ ഇതെന്താ സംഭവം എനിക്കിപ്പോഴും അറിയില്ല. ഇതാരും ഉണ്ടാക്കിയതെന്ന് എനിക്കറിയില്ല. നമ്മുടെ ടീമിൽ നിന്ന് ആരുമാണ്, ബട്ട് സ്റ്റിൽ സംഭവം കൊള്ളാം അല്ലേ. പിന്നെ നമ്മുടെ നെതർ പോർട്ടൽ, നമ്മുടെ മൈനിങ് ഏരിയ ഇതാണേ. സോംബി അവിടെ പോ. അല്ല, ഇന്ന് രാവിലെ ആക്കിയിട്ട് വരാം. സെർവറിൽ ഞാൻ മാത്രമേ ഇപ്പോൾ ഗൈസ്, നമ്മുടെ നെതർ പോർട്ടലാണേ. പിന്നെ മൈനിങ് ഏരിയ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വലുതായിട്ടല്ല, എന്നാലും ഇവിടെയൊക്കെ ലൈറ്റപ്പ് ചെയ്ത് കൊടുക്കണമല്ലോ. കുറച്ചുണ്ടോ ഉണ്ട്. ഇതാണ് മൈനിങ് ഏരിയ. ഞാൻ കൂടുതൽ അങ്ങോട്ട് ഓൺലൈൻ ഇനിയും എന്നെ വീഡിയോസിൽ കാണിച്ചു തരാം. ഇനി നെതർ പോർട്ടൽ കയറാട്ടെ. ലക്കാണോ അൺലക്കാണോ എന്നറിയില്ല. കാര്യം കാണിച്ചു തരാം സംഭവം എന്താണ്. അത്യാവശ്യം കുറേ പുറകെ നടന്നിട്ടുണ്ട്. ഇതിൻ്റെ പുറകെ 3 അയൺ ആർമർ എങ്ങാണ്ട് പോയി. അതിന് ശേഷമാണ് അയൺ ഫാം സെറ്റാക്കിയത്. ഇതുണ്ട, ഇതൊരു ഫോർട്രസ്സാണ്. അല്ലോ വേണ്ട, ഫോർട്രസ്സാണ് സംഭവം. ഇടച്ച് ചെയ്ത് ഞാൻ മുകളിൽ നിന്ന് ഉള്ള വ്യൂ കാണിക്കുക.
ഇത് ഇങ്ങനെയൊക്കെ ആക്കിയ. ഇതാണ് ഫോട്ടോസ്, നല്ല വലിയ ഫോട്ടോസ് അത്യാവശ്യം. പിന്നെ ഇങ്ങനെയൊക്കെ ആക്കി എടുത്ത്, അല്ലെങ്കിലേ പിക്ലിൻസും മറ്റേ വേറെ പന്നികളൊക്കെ അടിച്ച് താരയിടും. തൊട്ടടിയിലാവുക. അത്യാവശ്യം ഇങ്ങനെയൊക്കെ ബിൽഡ് ചെയ്തങ്ങ് പോയിട്ടുണ്ട്. ഇനി ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് ശരിയാക്കണം. കണ്ട നമുക്കൊന്ന് സ്പോൺ വരെ പോയിട്ട് വരാം. ഇവിടെ നിന്ന് കുറച്ച് പോയാൽ മതി. ഗൈസ്, ഇത് ഒരു ബാസ്റ്റൺ ആണ്. അതിൻ്റെ സൈഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വേ ഉണ്ടാക്കി വെച്ചേക്കുക പോകാനായിട്ട്. ഇത് വേറെ ആരുടെ പോർട്ടല, കയറി നോക്കിയിട്ടില്ല, പിന്നെ നോക്കാം. എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ സംഭവം. പോണോ? പോണ്ട, പിന്നെ പോവാ. നമുക്ക് വേറൊരാളുടെ ബേസിൽ കയറാം, അതാ നല്ലത്. ഗൈസ്, ഇത് QRC എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൻ്റെ ഇതാണ്. ഇത് അത്യാവശ്യം നല്ല അടിപൊളി ബേസാണ്. ഇതിപ്പോൾ എങ്ങനെ പുറത്തിറങ്ങുക? ഇത് എവിടെയാണ്? ഇതൊന്നും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എന്തെങ്കിലും ആവട്ടെ. കണ്ട, ഇവർ നല്ല സെറ്റപ്പ് പ്ലെയേഴ്സാണ്. കണ്ട, കൊട്ടാരമൊക്കെ പണിത് വെച്ചേക്കണേ. ഹോഴ്സിൻ്റെ സ്റ്റേബിളൊക്കെ നമുക്കിതേപോലെയൊക്കെ ആക്കി എടുക്കണം. ഓക്കെ, കിഫി ഉണ്ടായിരുന്നു. ഇവിടെ ആരൊക്കെ ഉണ്ട്? അതൊന്നും നോക്കണ്ട, നെറ്റ് ഇഷ്യൂ ആണ്. അതൊന്നും നോക്കണ്ട. ഇവർ അലയിനൊക്കെ പിടിച്ച നമുക്ക് എവിടെ കൂടുതലധികം നേരം തങ്ങി നിൽക്കണ്ട. ഓക്കെ, ഓക്കെ, വീട്ടിലേക്ക് പോവാം. ഗൈസ്, ഗെയിമർ ചാർലി ജോയിൻ ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റും ചെയ്ത്.
അത്യാവശ്യം ഈ നെതറിൻ്റെ പുറകെ നടന്നിട്ടുണ്ട്, ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഗൈസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യണേ. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ.